ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് LICയുടെ അത്യാകർഷകമായ ഭീമാലക്ഷ്മി എന്ന പോളിസിയുടെ അതർ ബെനിഫിറ്റുമായിട്ടാണ്. ഇന്നലെ ഞാൻ മെച്യൂരിറ്റി ബെനിഫിറ്റ് ആണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഡെത്ത് ബെനിഫിറ്റ്, ആക്സിഡൻ്റൽ ഡിസേബിലിറ്റി, ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് ആൻഡ് റൈഡർ ബെനിഫിറ്റുകൾ, ഇതെല്ലാം ഈ ആനുകൂല്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഓട്ടോ കവറാണ്. ഓട്ടോ കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LIC തുടങ്ങി 3 വർഷം പ്രീമിയം അടച്ച ഒരു വ്യക്തിക്ക് അടുത്ത ഒരു പ്രീമിയം അടയ്ക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ പോലും അതിൻ്റെ ആനുകൂല്യങ്ങൾ, കവറേജ് ആനുകൂല്യങ്ങൾ LIC ആ വ്യക്തിക്ക് അടുത്ത 6 മാസത്തേക്ക് നൽകുന്നതായിരിക്കും. എന്നാൽ അതേപോലെ 5 വർഷമാണ് പ്രീമിയം അടച്ചതെങ്കിൽ അടുത്ത 2 വർഷത്തേക്ക് ഒരു പ്രീമിയം അടയ്ക്കാൻ സാധിക്കാതെ വന്നാൽ പോലും ആ 2 വർഷം കവറേജ് നിലനിൽക്കുന്നതായിരിക്കും. ഇതാണ് ഓട്ടോ കവർ ബെനിഫിറ്റ്. ഇനി വരുന്ന ബെനിഫിറ്റുകളാണ് നോർമൽ ഡെത്ത് ബെനിഫിറ്റ്, അടുത്ത വരുന്നത് നോർമൽ ഡെത്ത് ബെനിഫിറ്റാണ്. ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ നോർമൽ ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അസുഖം എന്ന് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യം അടയ്ക്കുന്ന പ്രീമിയം 10 ടൈംസ് കവറേജ്, അതല്ലെങ്കിൽ ബേസിക് സം അഷ്യൂർഡ്, ഇതല്ലെങ്കിൽ ടോട്ടൽ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ 105%. ഏതാണോ കൂടുതൽ വരുന്നത് അതാണ് LIC ആ പോളിസി ഹോൾഡറുടെ നോമിനിക്ക് നൽകുന്നത്. അപ്പോൾ അതാണ് നോർമൽ ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന് റൈഡർ ബെനിഫിറ്റുകളുണ്ട്. ഈ റൈഡർ ബെനിഫിറ്റിൽ പെടുന്നതാണ് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആക്സിഡൻ്റ് ആൻഡ് ഡെത്ത് ബെനിഫിറ്റ്, അതിൽ തന്നെ ആക്സിഡൻറ്റ് വഴിയുള്ള ഡിസേബിലിറ്റി ബെനിഫിറ്റ്, പിന്നെ രണ്ടാമത് ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആക്സിഡൻറ്റ് ആൻഡ് ഡെത്ത് ആൻഡ് പെർമനൻ്റ് ഡിസേബിലിറ്റി എടുക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമത് വരുന്ന ഈ ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റ് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, എന്നാൽ പിന്നെ ഓപ്ഷനാണെന്ന് മാത്രം. മൂന്നാമത് വരുന്നതാണ് ഫീമെയിൽ ക്രിട്ടിക്കൽ ഇൽനെസ്, മൂന്നാമത് വരുന്നത് ടേം ഇൻഷുറൻസ്, നാലാമത് വരുന്നതാണ് ഫീമെയിൽ ക്രിട്ടിക്കൽ ഇൽനെസ്. അപ്പോൾ ഇതിൽ എന്താണ് ആക്സിഡൻറ്റ്, ഡെത്ത് ആൻഡ് പെർമനൻ്റ് ഡിസേബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ആക്സിഡൻറ്റ് ഡെത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു പോളിസി തിരഞ്ഞെടുത്ത ഒരു വ്യക്തി 10 ലക്ഷത്തിൻ്റെ സംരക്ഷണമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആക്സിഡൻറ്റ് വഴി ഡെത്ത് സംഭവിച്ച ആ വ്യക്തിയുടെ നോമിനിക്ക് സമ്മഷ്വേർഡ് പ്ലസ് സമ്മഷ്വേർഡ്, അതായത് 10 ലക്ഷം പ്ലസ് 10 ലക്ഷം LIC കൊടുക്കുന്നതായിരിക്കും. എന്നാൽ ആക്സിഡൻറ്റ് വഴി പെർമനൻ്റ്ലി ഡിസേബിലിറ്റി സംഭവിച്ച് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ പിന്നീട് പ്രീമിയം അടയ്ക്കേണ്ട, അത് LIC അടയ്ക്കും. പിന്നീട് വരുന്ന 10 വർഷത്തേക്ക് സമ്മഷ്വേർഡിൻ്റെ 120 മന്ത്സ് ആയിട്ട് ഒരു പെൻഷൻ തുക, ഒരു നിശ്ചിത തുക പെൻഷനായിട്ട് LIC കൊടുക്കുന്നതായിരിക്കും. ഇത് 70 വയസ്സ് വരെയാണ് ഇത് കിട്ടുന്നത്. പിന്നീട് അതായത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രീമിയം അടയ്ക്കേണ്ട എന്നുള്ളത് വലിയൊരു ആനുകൂല്യമാണ്. എന്നാൽ മെച്യൂരിറ്റി എത്തുമ്പോൾ മെച്യൂരിറ്റിയിൽ മറ്റ് ആനുകൂല്യങ്ങളും, മെച്യൂരിറ്റിയിൽ പറഞ്ഞ എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങളെല്ലാം തിരികെ ലഭിക്കുന്നതായിരിക്കും ഈ പോളിസി ഹോൾഡർക്ക്. അതാണ് ആക്സിഡൻ്റലി ഡിസേബിലിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ അടുത്ത റൈഡറാണ് ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് റൈഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നോമിനിക്ക് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പോളിസി ഉണ്ടോ? അങ്ങനെയുള്ള പോളിസികളുണ്ട്. എന്നാൽ ഈ പോളിസിയിൽ ഈ ആനുകൂല്യങ്ങളും ഒരു ചെറിയൊരു പ്രീമിയം അധികം അടച്ചാൽ നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് 25 ലക്ഷം വരെ മാക്സിമം കൊടുക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ 1 കോടിയുടെ പോളിസിയാണ് ഒരു പോളിസിയോടെ തിരഞ്ഞെടുത്തതെങ്കിൽ ആ ടേം ഇൻഷുറൻസ് ആ 1 കോടി നമുക്ക് വീണ്ടും ഈ സമ്മർഷഡായിട്ട് കൊടുക്കാൻ പറ്റില്ല. 25 ലക്ഷം വരെ നമുക്കിതിൽ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതായത് 1 കോടി എടുത്ത ഒരാൾക്ക് 25 ലക്ഷം വരെ മാക്സിമം. 1 കോടി എന്നല്ല, ഏത് സമ്മർഷഡായാലും ഇപ്പോൾ 10 ലക്ഷം എടുത്ത ഒരാൾക്കാണെങ്കിലും അതേ സമ്മർഷോടെ എടുക്കാം. അതിൽ മാക്സിമം 25 ലക്ഷം വരെ എടുക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് വരുന്നത് അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറാണ്. ഈ ഫീമെയിൽ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ എന്ന് പറയുന്നത് 3 മോഡിലായിട്ട് ആക്കിയിട്ടുണ്ട്. ഒന്ന് ഏർലി ക്യാൻസർ കവർ, സെക്കൻഡ് വരുന്നത് മേജർ ക്യാൻസർ കവർ. അതായത് ഇത് രണ്ടും ഒരേ ഇതിലാണ്. അത് ഫസ്റ്റ് മോഡ്. ഏർലി സ്റ്റേജിൽ ക്യാൻസർ കണ്ടെത്തിയാലും മേജർ സ്റ്റേജിൽ ക്യാൻസർ കണ്ടെത്തിയാലും ഈ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു റൈഡർ ചെറിയൊരു പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ഈ റൈഡർ നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കും. സെക്കൻഡ് വരുന്നത് ലേഡീസിന് വരുന്ന ഫീമെയിൽ മേജർ സർജറികളാണ്. തേർഡ് വരുന്നത് പ്രഗ്നൻസി സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളാണ്. ഇപ്പോൾ ഗർഭാശയ അസുഖങ്ങൾ അങ്ങനെ വരുന്ന അസുഖങ്ങളാണ് മൂന്നാമതായിട്ട് വരുന്നത്. ആദ്യത്തെ 2 നമുക്ക് 50 വയസ്സ് വരെയും
ഈ പ്രഗ്നൻസി സംബന്ധിച്ച് വരുന്ന അസുഖങ്ങൾക്ക് 35 വയസ്സ് വരെയാണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുക. ഇതോടുകൂടി ഈ പോളിസിയുടെ എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു ആനുകൂല്യം കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് പോളിസി തുടങ്ങി എപ്പോഴെങ്കിലും ആവശ്യം പെട്ടെന്നൊരു കാശിന് അത്യാവശ്യം വന്നാൽ 1 വർഷം കഴിഞ്ഞാൽ ഈ പോളിസിയിൽ നിന്ന് നമുക്ക് ലോണ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് ഈ പോളിസിയുടെയൊക്കെ എല്ലാ ആനുകൂല്യങ്ങളും. ആദ്യത്തെ വീഡിയോയിൽ ഞാനതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ പറഞ്ഞു. സെക്കൻഡ് നമ്മൾ മെച്യൂരിറ്റി ബെനിഫിറ്റും മറ്റേ പറഞ്ഞിരുന്നു. 3 ഓപ്ഷൻ ഉണ്ട് എല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിൽ ബാക്കി നോർമൽ ഡെത്ത് അതുപോലെ അസുഖങ്ങൾക്കുള്ള കവറേജ് എല്ലാം ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ഇതോടുകൂടി പൂർണ്ണമാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയ പോളിസിയുമായിട്ട് 2-3 ദിവസങ്ങളിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.